ഈ സതീഷിൻ്റെയും അതുല്യയുടെയൊക്കെ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഭീതി തോന്നുന്നു. അതുമാത്രമല്ല, സതീഷ് എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ ഒളിവിലാണ്. അയാളുടെ അമ്മ പറയുന്നത് 5 വർഷമായി തങ്ങളെ വിളിക്കാറില്ല, എപ്പോഴും ഭാര്യയും ആ കുടുംബത്തോടൊപ്പവുമാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഇയാൾ പറയുന്നത് അമ്മയുമായി സഹകരിക്കാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ ഒരു കാരണമാക്കിയാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ വാക്കുകളിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റം ഡിഫോൾട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരം മാത്രമല്ല, അത് ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കുടുംബ സംവിധാനങ്ങളുടെയും സാമൂഹ്യ സ്ഥിതിയുടെയും ഒരു വ്യവസ്ഥയുടെ പ്രശ്നം തന്നെയാണിത്. നമ്മളിങ്ങനെ വളർത്തിയെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ കുട്ടികളും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ എന്തെല്ലാം സംഭവം ഈ ആഴ്ചയിലെ വാർത്തകൾ എടുത്ത് നോക്കൂ. ഒരു കുട്ടി ഇപ്പോൾ കണ്ണൂരിലല്ലേ, റീമ എന്ന് പറയുന്നൊരു കുട്ടി സ്വന്തം കുഞ്ഞിനെ ഒരു ബെൽറ്റ് കൊണ്ട് കെട്ടിവെച്ചിട്ട് പാലത്തിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അതായത് ഒരു കുഞ്ഞിനെ അവസാനിപ്പിക്കുക, ഒപ്പം സ്വയം തീരുക എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി എത്തിച്ചേരുന്ന ഒരു സമ്മർദ്ദം എത്രയായിരിക്കും? അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം. ഒന്ന്. രണ്ടിപ്പോൾ ഒരാൾ വലിയ വിദേശത്ത് ജോലിയാണ്, എൻജിനീയറാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നയാൾ ചെന്ന അന്ന് മുതൽ പൂട്ടിയിട്ട്, അതും കുഞ്ഞിനെ കുടുംബക്കാരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ പൂട്ടിയിട്ട് പോകുന്നു. തിരിച്ചു വന്നാൽ ഇയാൾ വലിയ തോതിൽ അവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ദർശനങ്ങളിലും സങ്കല്പങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്ന ഒരു അമ്മ, ദേവത, അങ്ങനെയുണ്ടല്ലോ. ആ ഒരു നിലയിൽ നിന്ന് ആദരണീയമായ പൂജനീയമായൊരു പദവിയിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ എന്തിനും ഇരയാവുന്ന ഒരു വല്ലാത്ത ഉപഭോഗ വസ്തുക്കളായിട്ട് നമ്മളെന്തോ വില കൊടുത്ത് വാങ്ങിയ ഒരു ചരക്ക്, അല്ലെങ്കിൽ ആ ചരക്ക് എനിക്കിഷ്ടം പോലെ വിനിയോഗിക്കും, എങ്ങനെയും അതിനോട് പെരുമാറാം എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ കയ്യിലുണ്ട്. അത് തുടക്കം മുതൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോഴും എത്ര തന്നെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ഇപ്പോൾ പുതിയ സമൂഹത്തിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മൾ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേ സ്റ്റാറ്റസ് കൊടുത്ത് വളർത്തുന്നില്ല. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇരിപ്പിടങ്ങൾ പോലും വ്യത്യാസമുണ്ട്. ഒരാൾക്ക് പൂമുഖത്താണെങ്കിൽ ഒരാൾക്ക് അടുക്കളപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ അവർ ശ്വസിക്കുന്ന വായു വ്യത്യസ്തമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്. മുന്തിയ ഭക്ഷണം എപ്പോഴും ആൺകുട്ടിക്കുള്ളതാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം എപ്പോഴും ആൺകുട്ടിക്കാണ്. പെൺകുട്ടിക്ക് എന്താണോ ആണുങ്ങൾ തീരുമാനിക്കുന്നത്, രക്ഷിതാവ്, അച്ഛനായാലും ഭർത്താവായാലും അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല, കല്യാണം എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. ഒരു കുഞ്ഞ് പിറന്നാൽ, പെൺകുഞ്ഞാണെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കാണിക്കുന്ന അവളെ പഠിപ്പിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥയാക്കി വലിയ നിലയിലെത്തണം എന്നല്ല, അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല. നമ്മൾ ആലോചിക്കുന്നത് അവൾക്ക് എന്നാണ് പ്രായപൂർത്തിയാവുക. ഉള്ളിൽ വലിയ വേദനയാണ്. അവളെ എങ്ങനെയെങ്കിലും കെട്ടിച്ചയക്കണം. കെട്ടിച്ചയക്കാൻ ഉള്ള ബാധ്യതയെക്കുറിച്ചാണ്. കെട്ടിച്ചയക്കുക എങ്ങനെയാണ് ബാധ്യതയാവുക? ഒരു പെൺകുട്ടിക്ക് ഒരു പാർട്ട്ണറെ കണ്ടെത്തുക, ഒരു പങ്കാളിയെ കണ്ടെത്തുക, സ്നേഹം പങ്കിട്ട് ജീവിതം പങ്കിട്ട് ജീവിക്കാനുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വലിയ ബാധ്യതയാകുന്നത്? അതിൻ്റെ പേരിൽ, ഒരു കല്യാണത്തിൻ്റെ പേരിൽ കുടുംബം എന്നേക്കും കടക്കാരാവുക, സ്ത്രീധനം, സ്വർണം തുടങ്ങിയ വലിയ ബാധ്യതകൾ ഉണ്ടായിത്തീരുക. എന്നിട്ടോ എങ്ങനെയെങ്കിലും ഇതൊക്കെ സംഘടിപ്പിച്ച് കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ കണ്ണീരോടെ യാത്രയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാധ്യത തീർന്നിരിക്കുന്നു, ഇനി ഒരിക്കലും ഇവളിങ്ങോട്ട് തിരിച്ചു വരാനുള്ളതല്ല, അവളെ പറഞ്ഞയച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ പല കൗൺസിലിംഗ് ക്ലാസ്സുകളിലും കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത അവൾക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലക്ഷ്യം അവൾക്ക് ജീവിതം ഉണ്ടാക്കുക എന്നാവണം. അവൾക്ക് വിവാഹം നടത്തുക എന്നതാവരുത്. 2, ഇനി വിവാഹം കഴിച്ച് അയക്കുമ്പോൾ തന്നെ നിങ്ങൾ അവളുടെ കാതിൽ മന്ത്രിക്കേണ്ടത്, അത് കരഞ്ഞുകൊണ്ടല്ല, ചിരിച്ചുകൊണ്ട് മന്ത്രിക്കേണ്ടത്, മോളെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നിന്നെ ഞങ്ങൾ അയക്കുന്നു. പക്ഷേ ഈ വാതിലുണ്ടല്ലോ, ഈ വീടിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും. ഇത് നിൻ്റെ വീടാണ്. പല കുട്ടികളും പോയിട്ട് ഇത്തരം ട്രാപ്പുകളിൽ പെട്ടുപോയത് വലിയ കഠോരമായ പീഡനങ്ങൾക്ക് ഇരയാകുമ്പോഴും എനിക്കിനി തിരിച്ചു പോകാൻ ഇടമില്ല, എന്നെ യാത്രയാക്കിയതാണല്ലോ, എനിക്കുള്ളതൊക്കെ തന്നതാണല്ലോ, എന്നിട്ടോ തന്നത് പോരാന്ന് പറഞ്ഞ് സ്ത്രീധനവർദ്ധനം, പീഡനം, അതങ്ങനെ. പിന്നെ ഇവൻ്റെ മുഴുവൻ സൈക്കോ, ഇവൻ്റെ മനോരോഗം, ഇവൻ്റെ വ്യക്തിപരമായ ദൂഷ്യങ്ങൾ, ഇവൻ്റെ ദൗർബല്യങ്ങൾ, ഇവൻ്റെ മദ്യപാനം, ഇവൻ്റെ എല്ലാം ഈ കുട്ടി അതിന് ഇരയാകുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ചിത്രം. ഈ ചിത്രം ഞാൻ വിചാരിക്കുന്നത് വ്യക്തിപരമല്ല. ഒന്ന്, ഈ കുടുംബം, ഭാര്യ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഒരുപാട് മാറേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വിവാഹമോചന കേസുകൾ പെരുകുന്നത്? പല യാഥാസ്ഥികന്മാരും എന്നോട് വാദിക്കാറുണ്ട്, മാഷേ നമ്മുടെ കുടുംബ സംവിധാനം വല്ലാതെ തകർന്നു പോവുകയാണ്.
ഫാമിലി കോടതികളിൽ കുടുംബ കേസുകൾ കുന്നുകൂടുകയാണ്. ഞാൻ പറയുന്നത് അത് ഒരു നാട് പുരോഗമിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം വരുന്നുണ്ടല്ലോ, അതിനു വേണ്ടി ഇറങ്ങിപ്പോകാൻ, വിവാഹമോചനത്തിന് കേസ് കൊടുക്കാനുള്ള ആർജവും വരുന്നുണ്ടല്ലോ, അതിന് പോസിറ്റീവായിട്ടാണ്. പക്ഷേ പലപ്പോഴും ഈ സംഭവിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള മരണങ്ങൾ വരുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ഈ ഒരുപക്ഷെ ഈ കുട്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് ധാരാളം. ഒരിക്കലും നമ്മളിപ്പോൾ ഓരോ ഫാമിലി കേസ് കോടതികളിലെ കേസുകൾ എടുത്തു നോക്കും. ഓരോ കേസും മഹാദുരന്തമാണ്. ഒരു പക്ഷേ മരണം നടന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ബിനു പറഞ്ഞ പോലെ മരണം നടക്കുമ്പോഴാണ് നമ്മളൊരു ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ജീവിതം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവരെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് നേരമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് എല്ലാ കേസിലും. പക്ഷേ ഇതിനെ എങ്ങനെയാണ് നിയമം കൊണ്ട് തടയാൻ പറ്റുക? എനിക്ക് തോന്നുന്നു വളരെ മൗലികമായ ബോധവൽക്കരണം കൊണ്ട് അടിമുടി മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ എല്ലാ കാര്യവും മദ്യം നിരോധിക്കുകയല്ല വേണ്ടത്, ബോധവൽക്കരണമാണെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സാമൂഹ്യ ശീലങ്ങളും അതാണ് ആവശ്യമുള്ളത്. പ്രധാനമായിട്ടും പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുക, സ്വയം പര്യാപ്തതയിലെത്തുക, അതായത് ജോലി എത്തിയ ശേഷം മാത്രം വിവാഹം. അതായത് ഭർത്താവ് അത് കെട്ടാൻ പോകുന്ന പുരുഷൻ ജോലിക്ക് വിടണ്ട എന്ന് പറയുന്നെങ്കിൽ ആ വിവാഹം വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നിർബന്ധമായി നമ്മുടെ സമൂഹത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 കൊല്ലമെങ്കിലും പരിചയപ്പെട്ടതിന് ശേഷം കല്യാണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവർ തമ്മിലുള്ള മിനിമം ഒരു വർഷമെങ്കിലും കൊടുത്തോളൂ. അത്രയെങ്കിലും കൊടുത്താൽ വലിയ കാര്യം. ആരോഗ്യ പരിശോധന വളരെ പ്രധാനമാണ്. ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യത്തിന്റെ പരിശോധന മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടി പരിശോധിക്കണം. അത് നിർബന്ധമാക്കണം. അതുപോലെ തന്നെ വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം പലപ്പോഴും അത് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ആയെങ്കിലും ഞങ്ങളുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊന്നും ഒട്ടും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. വരേണ്ടതുണ്ട്, നിർബന്ധമാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ജാതിയും ജാതകവുമല്ല നോക്കേണ്ടത്, നമ്മളിപ്പോ ബ്ലഡ് ഗ്രൂപ്പാണ്. ആരെങ്കിലും നോക്കാറുണ്ടോ? 2 ബ്ലഡ് ഗ്രൂപ്പുകൾ ചേരാതിരുന്നാൽ ആ ജീവിതം നാശമാണ്, സർവനാശത്തിലേക്കാണ് അവർ പോകുന്നത്. അവരുടെ അനന്തര തലമുറ മുഴുവൻ അനുഭവിക്കും. അത് പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 2 മനുഷ്യരൊന്നിച്ച് ഒരു ജീവിതം തുടങ്ങുമ്പോൾ ഒരു ആജീവനാന്തം ജീവിക്കാൻ ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ആകെ ആലോചിക്കുന്നത് ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടോന്നാണ്. ഇവൻ്റെ മാനസിക നില, ഇവൻ്റെ ആരോഗ്യനില, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കുന്നില്ല. അത്തരത്തിലേക്കുള്ള വലിയൊരു മാറ്റം, സാമൂഹ്യമായ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള മാറ്റം. ഇനി മാത്രമല്ല, ആരാണ് വിവാഹം തീരുമാനിക്കുന്നത്, ആരാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്, എപ്പോഴാണ് വിവാഹ മോചനം നടക്കുന്നത്, ഇതൊക്കെ തന്നെ മതസ്ഥാപനങ്ങളിലൂടെ നടക്കുമ്പോൾ ധാർമ്മികമായി മതസ്ഥാപനങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രീ മാരേജ് കൗൺസിലിംഗ് നടത്തുന്നത് പോലെ എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ ഞങ്ങളുടെ മഹല്ലുകളിലൊക്കെ പറയാറുണ്ട്. മുസ്ലിം മഹല്ലുകളിൽ ഇത് ആവശ്യമുണ്ട്. ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പരലോകത്തെക്കുറിച്ച് പേടിപ്പെടുത്തിയിട്ട് അവിടെ നരകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പരലോകം പഠിപ്പിക്കുകയല്ലാതെ ഇഹലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ധാർമ്മിക പാഠങ്ങളുണ്ടല്ലോ, ജീവിത പാഠങ്ങളുണ്ടല്ലോ, അതെല്ലാ സമുദായങ്ങൾക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ SNDP യോഗത്തിലും NSS കരയോഗത്തിലും ഒക്കെ കൊടുക്കേണ്ടത് ഇത്തരം ക്ലാസ്സുകളാണ്. മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഇത് മാറ്റണം. ഫാമിലി എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പറഞ്ഞാൽ ഉടനെ നമ്മളത് വിവാദമാക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതാണ്ട് 17 വയസ്സായി. അടുത്ത ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ അവൾ പ്രായപൂർത്തിയാവുകയാണ്, 18 വയസ്സുള്ള കുട്ടിയായി തീരുകയാണ്. അവൾ ഒരു ജീവിതം തുടങ്ങാൻ, ഒരു ഭാര്യയാവാൻ, ഒരു അമ്മയാവാനൊക്കെയുള്ള പരിശീലനം കൂടി കിട്ടേണ്ട ഒരു കാലമാണ്. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണം. 1 നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണം, 2 ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണം, 3 സാമൂഹ്യമായ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമാകണം, 4 നമ്മുടെ സിസ്റ്റം അടിമുടി മാറണം. പെൺകുട്ടി ഒരു ബാധ്യതയായി തീരുന്ന ലോകം മാറണം. പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക എന്നതായിരിക്കണം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ലക്ഷ്യം. മറിച്ച് ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എവിടെന്നെങ്കിലും പിടിയിൽ കിട്ടുന്ന ഒരു ചെറുക്കൻ്റെ, ഒരു പുരുഷൻ്റെ ഉടമസ്ഥതയിലേക്ക് ഇവിടെ വിട്ടുകൊടുക്കുകയല്ല. അന്തസ്സോടെ ജീവിക്കാനുള്ള കുടുംബ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത്തരം സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ദുരന്ത വാർത്തകൾ ഒരു പ്രേരണയായാൽ നല്ലത്. അതല്ല, പതിവ് പോലെ ഒരു മരണത്തിൻ്റെ 2 തുള്ളി കണ്ണീരിൽ ആ വാർത്ത അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ നന്നാവില്ല എന്ന് തന്നെ വേണം കരുതാൻ. നമ്മുടെ കുട്ടികൾക്ക് രക്ഷയില്ല, നമ്മുടെ പെൺകുട്ടികൾക്ക് മോചനമില്ല എന്ന് തന്നെ വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.